ബാങ്കറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാം കഴിഞ്ഞ 2 ആഴ്ചകളായി തുടർമാനമായിട്ട് ഒരു ഭക്തൻ്റെ ജീവിതത്തിലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. 5-മതൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഇന്ന് നാം വീണ്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ തുറകളിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനാനിരതരായിട്ട് നമുക്കിരിക്കാം. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ഇന്ന് ദൈവം എന്നോട് സംസാരിക്കണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കുക. കാരണം ഈ പകരപ്പെടുന്നതും നിങ്ങൾ കേൾക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ തിരുവചനമാണ്. ഈ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ അതിന് അതിൻ്റേതായ ദൈവശക്തിയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ വരുത്തുന്നതാണ്. നാം അറിയാതെ തന്നെ നാം കേൾക്കുന്ന ദൈവവചനങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു. നാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വലിയ ക്രിയകളെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ തിരുവചനത്തിന് കഴിയും. ആ തിരിച്ചറിവോടെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ദൈവമിടയാക്കട്ടെ. ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് ഓർപ്പിക്കുന്നത് ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നീ ഒരിക്കലും നിന്റെ പ്രതിസന്ധികളിൽ സഹായമില്ലാത്തവനല്ല. Praise God. You are never without help. കർത്താവിൻ്റെ കർത്തൃത്വത്തെ ഏറ്റുപറയുന്ന ഒരു ദൈവപൈതൽ, അഥവാ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവപൈതൽ ഇനിയും ജീവിതത്തിൽ തനിച്ചല്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം ഭാരപ്പെടുന്ന, ഏറ്റവും കൂടുതൽ നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഈ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നമുക്കാരും ഇല്ല എന്നുള്ള തോന്നലുകൾ. മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് വിചാരമില്ലെന്നുള്ള തോന്നലുകൾ, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ നമ്മെ ഭരിക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഒറ്റപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളെ സഹായിക്കേണ്ടവരാരും നിങ്ങളെ സഹായിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു: ദൈവം അനുവദിക്കാതെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയരുത്. മാത്രമല്ല, ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ നിങ്ങളുടെ നന്മകൾ ആർക്കും മുടക്കാനും കഴിയരുത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ പീലാത്തോസിന് നടുവിൽ നിൽക്കുന്ന കർത്താവ്, അതൊരു ന്യായവിസ്താര സഭയാണ്. അതിനു മുമ്പ് നിൽക്കുമ്പോൾ ആ രാത്രി ഗവർണറായ പീലാത്തോസിനാൽ വിസ്തരിക്കപ്പെടുന്ന കർത്താവിനോട് പീലാത്തോസ് ഇപ്രകാരം പറയുകയാണ്: നിന്നെ വിട്ടയപ്പാനോ നിന്നെ ബന്ധിക്കുവാനോ എനിക്ക് അധികാരമുണ്ട്. യേശു തിരികെ പറയുകയാണ്: എന്നെ വിട്ടയപ്പാനോ എന്നെ ബന്ധിക്കുവാനോ നിനക്ക് കഴിയുകയില്ല. ഉയരത്തിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ, അഥവാ എൻ്റെ പിതാവ് അനുവദിച്ചില്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അന്ന് രാത്രി പീലാത്തോസ് യേശുവിനെ സ്വതന്ത്രനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിരപരാധിത്വത്തെ അവൻ അംഗീകരിക്കുന്നുണ്ട്. ഈ മനുഷ്യനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന ഒരു ന്യായാധിപന്റെ പറച്ചിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ വ്യക്തിയെ കുറ്റവിമുക്തനാക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. പക്ഷേ യേശു പീലാത്തോസിനോട് പറയുന്നു: പീലാത്തോസെ, നീ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും നിനക്കതിന് കഴിയത്തില്ല. കാരണം ഞാൻ എൻ്റെ പിതാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. അപ്പൊ എന്തുമാത്രം ഉറപ്പോടുകൂടിയാണ് ഗത്സമനി മുതൽ കാൽവറി വരെ യേശു കർത്താവ് നടന്നു പോകുന്നത്. എൻ്റെ ജീവിതത്തിലെല്ലാം തന്നെ ദൈവകൽപ്പിതമാണെന്നും ദൈവത്താൽ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ നന്മയോ തിന്മയോ സംഭവിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ദൈവഹിതമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യുകയില്ലെന്നും ഒക്കെയുള്ള വലിയൊരു തിരിച്ചറിവ്. ഇന്നൊരു ഭക്തനോടുള്ള ബന്ധത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു: നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ സഹായമില്ലാത്തവനായി ഇരിക്കുകയില്ല. ബൈബിള് നമ്മോട് പലവരു മുന്നറിയിപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്.
സഹായം ചെയ്യുവാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയം വെക്കുക. കാരണം മനുഷ്യന് പരിമിതികളുണ്ട്. ഏതു കാര്യത്തിനും അവന് കണക്കുകൂട്ടലുകളുമുണ്ട്. എന്നാൽ പരിധികളില്ലാതെ, കണക്കില്ലാതെ സഹായിപ്പാനും ചെയ്യുവാനും കഴിയുന്ന ഒരപ്പൻ നമുക്കുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പുള്ള എപ്പിസോഡുകൾ നമ്മൾ ചിന്തിച്ചു പ്രാർത്ഥനയെക്കുറിച്ച്. നിങ്ങളതൊരു പക്ഷെ ഓർത്തിരിക്കുന്നുണ്ടാകാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ പരിമിതികൾക്കകത്തു നിന്ന് ആ ദൈവത്തിൻ്റെ അൺലിമിറ്റഡ്നെസ്സിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ, നാം ദൈവസന്നിധിയിൽ ഒരു വിഷയത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ഇനി ഒരിക്കലും ഒരു മാനുഷിക പരിമിതികൾ കൊണ്ട് ആ വിഷയം ആ നിലകളിൽ ഇനി തുടരുകയില്ല. മറിച്ച് ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ആ ദൈവത്തിൻ്റെ വല്ലഭത്വം, അതിനൊത്തവണ്ണം മാത്രമേ ഇനി ആ വിഷയത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും നിങ്ങളുടെ മാനുഷിക പരിമിതികളെക്കുറിച്ച് ചിന്തിക്കരുത്. ആ ദൈവത്തിൻ്റെ ആ അപരിമേയത്വം, അതിൽ മാത്രമേ നിങ്ങൾ ധ്യാനിക്കാവൂ. കാരണം നാം പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളിലും ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു അൺലിമിറ്റഡ്നെസ്, അതിലേക്ക് നാം ദൈവത്തെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ വിട്ടുകളയുക. വളരെ മനോഹരമായി ദൈവം അത് ചെയ്യും. അപ്പോൾ നാം ഇന്ന് ചിന്തിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും സഹായമില്ലാത്തവരായി വരികയില്ല. യു ആർ നെവർ വിതൗട്ട് ഹെൽപ്പ്. 46-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ എൻ്റെ സങ്കേതമാണ്, എൻ്റെ ബലമാണ്, എൻ്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. എൻ്റെ പ്രതിസന്ധികളിൽ എനിക്ക് സഹായം ആവശ്യമുള്ളിടത്ത് മറ്റാരെയുംകാൾ എന്നെ സഹായിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഒരുപക്ഷെ മനുഷ്യൻ എൻ്റെ വിഷയങ്ങൾ അറിഞ്ഞിട്ട് ഓടിയെത്താൻ സമയമെടുക്കുമായിരിക്കാം. പക്ഷെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ കൂടെയുണ്ട്. അഥവാ ഞാൻ വിളിച്ചു വരുത്തിയതല്ല, എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ദാവീദ് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിൽ ഒരിക്കലും ജയിക്കുവാൻ കഴിയാത്ത ഒരു വലിയ ജാതീയ വിഭാഗത്തെ ജയിച്ചിട്ട് ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട് തന്നെ വിടുവിച്ച ദൈവത്തെക്കുറിച്ച്. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി, പെരുവെള്ളത്തിൽ നിന്ന്, എന്നെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്, എന്നെ പകയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവരെന്നെക്കാൾ ബലവും പെരുപ്പവുമുള്ളവരായിരുന്നു. അവരെണ്ണത്തിൽ അധികമുണ്ട്, അവർക്ക് എന്നേക്കാൾ ബലമുണ്ട്. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് ഏറ്റവും അടുത്ത സഹായകനായി കൂടെ നിന്നതുകൊണ്ട് എനിക്ക് ജയം നൽകി. ഇത് ദാവീദ് വളരെ നന്ദിയോടെ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു പ്രവൃത്തിയെ പരാമർശിച്ച് എഴുതിയ സങ്കീർത്തന ഭാഗമാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കടന്നു വിശ്വസിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് എഴുതി വെച്ച അതേ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കപ്പെടും. ദാവീദിനെയും ദാനിയേലിനെയും ശിംശോനെയും മോശയെയും പ്രവാചകന്മാരെയും മറ്റ് ഇതര വിശുദ്ധന്മാരെയും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിച്ച അതേ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മോടുള്ള വലിയൊരു വാഗ്ദത്തമാണ്, നീ ഒരിക്കലും സഹായം ഇല്ലാത്തവൻ ആയിരിക്കില്ല. ഹെബ്രായലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവവചനത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. അവിടെ ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം
ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധികളെയും മജ്ജയെയും വേർവിടുവിക്കുമെണ്ണം തുളച്ചു ചെല്ലുന്നതുമാകുന്നു എന്നൊക്കെ എഴുതപ്പെടുമ്പോൾ അത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് കൃപാസനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന, പക്ഷപാതം ചെയ്യുന്ന, നമ്മെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്ന, പൂർണ്ണമായി നമ്മെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്ന മഹാപുരോഹിതനായ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ സഹായിപ്പാൻ ഇരിക്കുകയാണ്. ആ യേശു ഭൂമിയിൽ നിന്ന് ദൈവസന്നിധാനത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ, സ്വർഗാരോഹണം ചെയ്യുമ്പോൾ താൻ ഇപ്രകാരം വാഗ്ദത്തം ചെയ്തു, നിങ്ങൾ ഭൂമിയിൽ ഒരിക്കലും നിസ്സഹായരാകത്തില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും സഹായമില്ലാത്തവരായി, ഒരപ്പനില്ലാത്തവരെ പോലെ പറഞ്ഞയക്കത്തില്ല. നിങ്ങൾക്കൊരപ്പനുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഫാദർലെസ്. ഒരിക്കലും നിങ്ങളെ അപ്പനില്ലാത്തവരായി ഞാൻ വിടത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ സഹായം ഇല്ലാത്തവരല്ല. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് താൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തു. ആ പരിശുദ്ധാത്മാവിനെ കർത്താവായ യേശുക്രിസ്തു നാമകരണം ചെയ്തിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത് പാറക്ലീത്ത എന്നാണ്. അതിൻ്റെ അർത്ഥം സഹായകൻ. പരിശുദ്ധാത്മാവ് ഒരു സഹായകനായി കൂടെ വരികയാണ്. സ്വർഗീയ സ്ഥലങ്ങളിൽ എന്നെ സഹായിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. ഭൂമിയിൽ എന്നെ നിരന്തരം സഹായിപ്പാൻ എന്നോടുകൂടി പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ സകല ഇടപെടലുകളിലും നമ്മെ സഹായിപ്പാൻ ശിഷ്യന്മാരോടുകൂടി അന്ന് യേശു കർത്താവ് ഇരുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ നമ്മോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ ഇഗ്നറൻ്റ് ആകാറുണ്ട്, അജ്ഞരാകാറുണ്ട്. അതുകൊണ്ട് നമുക്കതിൻ്റെ വിടുതലുകളും നന്മകളും ലഭിക്കാറില്ല. വിശ്വാസികളായിരിക്കെ പലപ്പോഴും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ നാം ആഗ്രഹിക്കാറുണ്ട്. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുമ്പോൾ മുൻപ് ഒരിക്കൽ നാം ഓർപ്പിച്ചതാണ്. നാം അതിനെ പലപ്പോഴും തെറ്റിദ്ധരിച്ച് പരിശുദ്ധാത്മ അഭിഷേകം എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, വിശ്വാസികളൊക്കെ ചോദിക്കുമ്പോൾ, തങ്ങളിൽ കാണുമ്പോൾ അവർ പറയുന്നതും ചോദിക്കുന്നതുമൊക്കെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മ സ്നാനവും രണ്ടാണ്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചപ്പോഴാണ് കൊർന്നലിയോസിന്റെ വീട്ടിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ ആ പ്രസംഗം കേട്ട അവിടെയുള്ള ആളുകൾ അന്യഭാഷകളിൽ സംസാരിച്ചു. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നാം ആത്മനിറവിലൂടെ അന്യഭാഷകളിലൂടെ ദൈവത്തെ സ്തുതിക്കും. എന്നാൽ പരിശുദ്ധാത്മ അഭിഷേകം മറ്റൊന്നാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നിയോഗത്തിനായി ദൈവം വേർതിരിച്ച് ആ ഒരു അസൈൻമെൻറ്റുമായിട്ട് അയക്കുമ്പോൾ അതിനുവേണ്ടി ഒരാളെ എക്വിപ്പ് ചെയ്യുന്നതാണ്. അതിനൊരാളെ നിയുക്തമാക്കുക, അതിനുള്ള യുദ്ധായുധങ്ങൾ അഥവാ കൃപാവരങ്ങൾ ആ വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് മടങ്ങി വരാം. നാം സഹായമില്ലാത്തവരല്ല. ഇത് വലിയൊരു തിരിച്ചറിവായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഏതൊരാളെക്കാൾ ഏറ്റവും അടുത്തിരിക്കുന്ന, നമുക്കെല്ലാം തുറന്നു പറയുവാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാളേക്കാൾ നമുക്കെല്ലാം തുറന്നു പറയാൻ കഴിയുന്നു, നമ്മെ സഹായിക്കാമെന്ന് കൈപിടിച്ച് പറഞ്ഞ മറ്റാരെയുംകാൾ നമ്മെ സഹായിപ്പാനും മനസ്സിലാക്കുവാനും നമ്മെ വിട്ടുപിരിയാതെ കൂടെ നിൽക്കാനും കഴിയുന്ന ഒരാളുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പ്രൈസ് ഗോഡ്. 46 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ ഓർപ്പിക്കുന്നത് പോലെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ.
അതൊരു ദൈവഭക്തന് ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. വീണ്ടും അടുത്തൊരു പ്രോമിസാണ് നമ്മളോടുള്ള ബന്ധത്തിൽ, ഒരു ദൈവപൈതലിനോടുള്ള ബന്ധത്തിൽ കർത്താവ് നമുക്ക് നൽകുന്നത്. ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രൊവൈഡ് ചെയ്യും. He will provide all of your needs. എല്ലാ ആവശ്യങ്ങളും, ഡേ ടു ഡേ ലൈഫിലെ സകല ആവശ്യങ്ങളെയും പ്രൊവൈഡ് ചെയ്യും ദൈവം. പലപ്പോഴും പല ദൈവമക്കളും ദൈവത്തിൻ്റെ ആ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് ആശങ്കാകുലരാണ്. അതുകൊണ്ട് തന്നെ അവർ ആശങ്കാകുലരായിരിക്കുന്നത് കൊണ്ട് അവർക്കത് ലഭിക്കാറുമില്ല. തിരുവചനം വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും ദൈവം പ്രൊവൈഡ് ചെയ്യും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സൃഷ്ടിതാവെന്നുള്ള നിലയിൽ സകല സൃഷ്ടികളോടും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവപൈതലിനോടുള്ള ബന്ധത്തിൽ ദൈവം അവൻ്റെ സൃഷ്ടിതാവ് മാത്രമല്ല, ദൈവം അവൻ്റെ പിതാവ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ മറ്റാരേക്കാൾ കൂടുതൽ നമ്മുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങളിൽ, നമ്മുടെ ഡെയിലി നീഡ്സ്, അതിനകത്തെല്ലാം ഇടപെടുവാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറുതും വലുതുമായ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അതിനകത്തെല്ലാം കൈകടത്തുവാനും അതിനകത്തെല്ലാം തൻ്റെ കരുതലുകൾ വെളിപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിക്കുക. തിരുവചനം റോമാലേഖനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സ്പെയർ ചെയ്ത ദൈവം, അഥവാ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു, മരിക്കാൻ ഏൽപ്പിച്ചു തന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മെ കുറ്റവിമുക്തരാക്കേണ്ടതിന്, നമ്മെ നീതീകരിക്കേണ്ടതിന്, അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സ്വന്തം പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അത് മാത്രമാണോ ദൈവം ചെയ്യുന്നത്? മറിച്ച് തൻ്റെ സ്വന്തം പുത്രനെ തന്നതിനോടുകൂടെ സകലവും, തനിക്കുള്ള സകലവും നമുക്ക് തന്നില്ലയോ? ഇതാണ് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു എന്ന് പറയുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന് ദൈവത്തിലുള്ള സകലവും നമുക്ക് തന്നു. നാം അതിലെല്ലാം അവകാശികളാണ്. ഇതുകൊണ്ടാണ് റോമാലേഖനത്തിൽ ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയുമാണ്. പ്രൈസ് ഗോഡ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ധൂർത്തുപുത്രന്റെ കഥയെ നമ്മൾ കേട്ടിട്ടുണ്ട്. യേശു പറഞ്ഞൊരു ഉപമയാണ്. അപ്പൊ ആ ഉപമയ്ക്കകത്ത് 3 കഥാപാത്രങ്ങളാണുള്ളത്. വീട് വിട്ടുപോയ ധൂർത്തനായ മകൻ, കൂടെ നിൽക്കുന്ന മൂത്ത മകൻ, അപ്പൻ. ഈ 3 പേരാണ്. ഇന്ന് 3 പേരെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, മൂത്ത മകൻ ഇപ്പോഴും സ്വന്തം അവകാശം അപ്പൻ്റെ അടുക്കലുണ്ട്. അപ്പനും തനിക്കുള്ള വീതമുണ്ട്. എന്നാൽ ഇളയ മകൻ ഇനി വീതമില്ല. അവനുള്ളതെല്ലാം നഷ്ടമാക്കി. ഇനിയും അവന് മറ്റൊന്നുമില്ല. ആ ഭവനത്തിലേക്ക് അവൻ മടങ്ങി വരുമ്പോൾ ഇനിയും അവനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന, നീ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചല്ലോ എന്നൊക്കെ അവനോടും അവനെക്കുറിച്ച് അവൻ്റെ ജ്യേഷ്ഠനോടും ഒക്കെ സാക്ഷ്യം പറയുന്ന ഈ അപ്പൻ വളരെ സന്തോഷത്തിലാണ്. ഇവിടെ ഇനിയും ഈ ഇളയ മകന് അവകാശങ്ങളൊന്നും തന്നെയില്ല. ആ അവകാശങ്ങൾ ഇല്ലെന്നുള്ള തിരിച്ചറിവിലാണ് മടങ്ങി വരുന്ന മകൻ അപ്പനോട് ഇപ്രകാരം പറയുന്നത്, അപ്പാ, ഞാൻ നിനക്കും സ്വർഗത്തിനുമെതിരെ പാപം ചെയ്തു, നിന്റെ മകനായിരിക്കാൻ യോഗ്യനല്ല, നീ ഇതൊന്നും അവകാശമല്ല, ഞാൻ ചിലവഴിച്ചു. അതുകൊണ്ട് ഒരു കൂലിക്കാരനായിട്ട്, നിന്റെ വീട്ടിലൊരു വേലക്കാരനായിട്ട് എന്നെ ആക്കുക. എനിക്ക് നീ തരുന്ന ശമ്പളം മാത്രം മതി, ഞാനിവിടെ ജീവിച്ചോളാം. ഇതാണ് മകൻ്റെ റിക്വസ്റ്റ്. പക്ഷെ വചനം പറഞ്ഞ ആ വാക്കുകളൊന്നും അപ്പൻ കാര്യമാക്കിയില്ല. അവനെ കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു, അവന് വേണ്ടി ഒരു തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് ആഘോഷിച്ചു. ഇനി എന്താണ് ആ മകന്റെ അവസ്ഥ? ആ ഭവനത്തിൽ അവന്റെ അവകാശം നശിപ്പിച്ചില്ലേ? ഇനിയുമുള്ളത് അപ്പൻ തനിക്കുള്ള പങ്ക് അവന് കൊടുക്കുക എന്നുള്ളതാണ്.
ഇനിയും മൂത്ത മകൻ അവൻ്റെതായ അവകാശമുണ്ട്. ഇളയ മകന് ആ ഭവനത്തിൽ അപ്പൻ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ മാത്രം അവകാശിയാണ്. എത്ര മനോഹരമായ ദൈവസ്നേഹമാണ്! എത്ര മനോഹരമായ പിതൃസ്നേഹമാണ്! ഇവിടെ മൂത്ത മകന് വേണമെങ്കിൽ അപ്പനോട് ചോദിക്കാം, നീ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? അപ്പന് പറയുവാൻ ഒറ്റ മറുപടിയേ ഉള്ളൂ, അവൻ മരിച്ചവനായിരുന്നു, ഇന്നവൻ ജീവനോടെ തിരികെ കിട്ടി. അവൻ അവൻ്റെ സകല അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിയാലും ഇനിയും എൻ്റെ പക്കലുണ്ട്, അതെല്ലാം അവൻ്റേതാണ്. ഈ നിലകളിലാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഈ നിലകളിലാണ് പിതാവ് നമ്മെ സ്നേഹിച്ചത്. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിന് ഓർപ്പിക്കുവാനുള്ളൊരു കാര്യമാണ്, നാം സഹായമില്ലാത്തവരല്ല. എല്ലാ പ്രതിസന്ധികൾക്കകത്തും കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നാം തിരിച്ചറിയുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സന്തോഷത്തോടെ ചിന്തിക്കാം. നാം ആരും ഒരു കഷ്ടങ്ങളിലും തനിച്ചല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. സ്തോത്രം. ഭക്തനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ധാരാളം വാഗ്ദത്തങ്ങളാൽ നമ്മെ ഊട്ടി ഉറപ്പിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആ വലിയൊരു തിരിച്ചറിവോടായിരിക്കാം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രശ്നങ്ങളിലും, അത് ആത്മീയമോ ഭൗതികമോ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ഏത് കാര്യങ്ങൾക്കകത്തും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ തിരിച്ചറിവ്. സ്തോത്രം. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്, ആവശ്യങ്ങൾ തീർത്തു തരുന്ന അപ്പനെക്കുറിച്ചാണ്. ഇത് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയതാണ്. 4:19 ഇത് പറയുന്നത്. വാസ്തവത്തിൽ പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ ദൈവം തൻ്റെ കരുതലുകൾ തന്നെക്കുറിച്ചുള്ളത് വെളിപ്പെടുത്തിയത് ഫിലിപ്പിയിലെ വിശ്വാസികളിലൂടെയാണ്. അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചതിന് പ്രകാരം അവർ പൗലോസ് അപ്പോസ്തലനെ പ്രൊവൈഡ് ചെയ്യാനിടയായി. അതിനുശേഷമായിട്ട് അവരെ ഉപയോഗിച്ച് അപ്പോസ്തലനെ പ്രൊവൈഡ് ചെയ്ത ദൈവം അവർക്ക് വേണ്ടി മറ്റു ചിലരെ കരുതിയിട്ടുണ്ട് എന്ന് അവരെ ഉറപ്പിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. താൻ ഇപ്രകാരം പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡെയിലി നീഡ്സ്, അതിൻ്റെ മേൽ കരുതലുള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് നാം ഇന്ന് കേട്ടത്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ഈ തിരുവചനങ്ങൾ നമ്മെ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ദൈവം വിദൂരത്തിലിരിക്കുന്ന ഒരാളല്ല, അങ്ങ് സ്വർഗത്തിൽ ഇരുന്നിട്ട് നമ്മെ നോക്കുന്ന ഒരാളുമല്ല. മറിച്ച് നാം ആരംഭത്തിൽ കേട്ടതുപോലെ നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മൾ വിളിച്ചിട്ട് ചിലർ നമ്മെ സഹായിക്കാൻ അടുത്തു വന്നേക്കാം. എന്നാൽ അതിലും അടുത്ത് നമ്മോടുകൂടെ ഇരിക്കുന്ന അപ്പൻ്റെ സാന്നിധ്യം, ആ ഒരു തിരിച്ചറിവിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണു അടയ്ക്കാം, ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരും ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തനിച്ചല്ല, ഞങ്ങൾ സഹായമില്ലാത്തവരല്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ, ഞങ്ങളുടെ അപ്പനും അമ്മയും പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾക്ക് വേണ്ടി പ്രൊവിഷനുകൾ ഒരുക്കുന്ന ഒരു നല്ല പിതാവ് ഉയരത്തിലുണ്ട് എന്നുള്ള സന്തോഷത്തോടു കൂടി ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, അവിടുത്തെ വലിയ കൃപ എല്ലാ ദിവസവും അനുഭവിപ്പാൻ ഞങ്ങൾക്ക് തന്ന പദവിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ഒരു പകലും ഞങ്ങൾ അങ്ങയുടെ പ്രൊവിഷനുകളെ ധാരാളം അനുഭവിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കേണ്ടതിന് ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ അടുത്തു വരും. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. അടുത്ത ആഴ്ചകളിൽ മറ്റു ചിന്തകളുമായി നമുക്കൊന്നിച്ച് വീണ്ടും ദൈവദിനം പങ്കിടാം. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.